നമസ്കാരം, ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കെ മുരളീധരനെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നതിൽ തടസ്സമില്ലെന്ന് KPCC പ്രസിഡന്റും നിയുക്ത MP-യുമായ കെ സുധാകരൻ. എവിടെ മത്സരിപ്പിക്കാനും മുരളീധരൻ യോഗ്യനാണ്. ആദ്യം അതിന് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം അറിയണമെന്നും സുധാകരൻ പറഞ്ഞു. രമ്യ ഹരിദാസിന്റെ പരാജയത്തിന്റെ കാരണം പരിശോധിക്കും. തൃശൂരിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും സുധാകരൻ മട്ടന്നൂരിൽ പറഞ്ഞു. അത് പാർട്ടി തലത്തിൽ സംസാരിക്കുമല്ലോ, സംസാരിക്കാണ്ടിരിക്കാൻ പറ്റും. മുരളിയെ പോലെ ഒരാൾ അഭിപ്രായ വ്യത്യാസം നിൽക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ പിടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കില്ലേ, അത് സ്വാഭാവികമാണ്. പാർട്ടി ആരെങ്കിലും ചുമതലപ്പെടുത്തുകയോ അല്ലെങ്കിൽ കാണുന്ന പ്രത്യേകമായിട്ടുള്ള ചുമതലപ്പെടുത്തിയില്ല, ചുമതലപ്പെടുത്തും. ആരെയാണ് അങ്ങനെ പ്രത്യേകം? അത് മുൻകൂട്ടി നിങ്ങളുടെയൊക്കെ പറയുന്നത് ശരിയല്ല. ഇന്ന് കൂടിക്കാഴ്ചയില്ലല്ലേ? ഇന്ന് മുരളീധരനുമായി കൂടിക്കാഴ്ചയുണ്ടോ? ഇല്ല. എപ്പോഴാണ് കത്തിവെക്കേണ്ടത്, എപ്പോഴാണ് കൊത്തേണ്ടുന്നത്, എപ്പോഴാണ് കയറേണ്ടത്, എപ്പോഴാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്, നമ്മൾ നല്ല ഓപ്പറേറ്റേഴ്സാണ് കേട്ടോ. അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. ഏടെ വേണ്ടിക്കും അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ നമുക്കെന്താ തടസ്സം? എവിടെയും ആപ്റ്റാണ്, അവിടെ മാത്രമല്ല എവിടെയും ആപ്റ്റാണ്. എത്ര സ്ഥാനമുണ്ട് നമുക്ക്? വരാൻ പോകുന്ന രാജ്യസഭയുണ്ട്, ഇതൊക്കെ ഇല്ലേ? നമ്മൾ സർവ്വസമ്പന്നന്മാരായി നിൽക്കുകയാണ്. എന്ത് പ്രശ്നം വന്നാലും ഫേസ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ പാർട്ടിക്കകത്ത് ഇന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വ്യാഴാഴ്ച മുരളീധരനുമായി കൂടിക്കാഴ്ചയില്ലെന്ന് സുധാകരൻ പറഞ്ഞു. കൂടിക്കാഴ്ച നടത്താൻ പാർട്ടി ആളെ നിയോഗിക്കും. കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇക്കാര്യം മുന്നണിയിൽ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. UDFന് KM മാണിയെ മറക്കാനാവില്ലെന്നും സുധാകരൻ പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് സന്ദർശിച്ച ശേഷമായിരുന്നു സുധാകരന്റെ പ്രതികരണം. അബ്ദുൽ കരീം ചേലേരി, സുരേഷ് മാവില, റിജിൽ മാക്കുറ്റി തുടങ്ങിയ നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.